ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ്. അതായത് ജർമ്മനിയിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ സമയങ്ങളൊക്കെ സമ്മർ ടൈമാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് സമ്മർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനും പാർട്ടി ചെയ്യാനും പിന്നെ മറ്റേ ഫ്രണ്ട്സിനെ കാണാനൊക്കെ കിട്ടുന്ന ഒരവസരമാണ് സമ്മർ ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് മ്യൂസിക് അതുമാതിരി ഇവർ അങ്ങനെയൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്ക് വിൻ്ററിലൊന്നും അങ്ങനെ പറ്റാത്തത് കൊണ്ട് തന്നെ സമ്മർ അവർ മാക്സിമം എൻജോയ് ചെയ്യും. ഇത് ലോക പ്രശസ്തനായ സംഗീതജ്ഞൻ ലൂഡ്വിഗ് വാൻ ബെത്തോവൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. കേൾവിശക്തി തീരെയില്ലാത്ത ബെത്തോവൻ ഒരു സെലിബ്രിറ്റി കമ്പോസർ കൂടിയാണ്. ബോൺ എന്ന നഗരം പ്രശസ്തമായത് ഈ ബെത്തോവൻ്റെ പേരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ബെത്തോവൻ്റെ സ്റ്റാച്ചു ഉള്ളത്. ഈ നഗരത്തിൽ ബെത്തോവൻ്റെ ഒരു മ്യൂസിയവും ഉണ്ട്. ബോൺ മിനിസ്റ്റർ ബസിലിക്കയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. Gibt's überhaupt was, das ich jetzt entscheiden kann? Ja, da, 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 da. Wo ist die Antwort, der Weg, die Möglichkeit weiterzusehen? Ja, da, 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 da. Will ich mich lieben, entscheide ich was, um nicht unterzugehen? Ja, da, 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 da. Wie sehe ich das, wie finde ich das? അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ഒരു ഫ്രൈസൈറ്റ് പാർക്കിലേക്കാണ്. ആ പോകുന്ന വഴിയിൽ കണ്ട ഒരു പള്ളിയാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു പൂക്കടയിലൊക്കെ ഞങ്ങൾ കയറി. നല്ല അടിപൊളി പൂക്കളുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സുള്ള ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ കടയിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി അവിടെ നിന്ന് പോന്നു. അതിനുശേഷം നമ്മൾ ഫ്രൈസൈറ്റ് പാർക്കിലേക്ക് എത്തിയാണ്. അവിടെ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. നിറയെ ടൂറിസ്റ്റുകളായിട്ടുള്ള ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുന്തിരി പോലത്തെ ടൈപ്പ് ഒരു ചെടിയൊക്കെ അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.